ഒറ്റപ്പെടലിന്റെ വേദനയും വിഹ്വലതയുമാണ് നാദിയയുടെ കവിതയിൽ നിറഞ്ഞത്. തോറ്റവരുടെ കൂടാരം എന്നായിരുന്നു വിഷയം. ജയിച്ചത് എന്തിനാണെന്ന് പുനരാലോചിക്കുന്ന തോറ്റവരുടെ വേദനയാണ് നാദിയയ്ക്ക് 1-ാം സ്ഥാനം നേടിക്കൊടുത്തത്. തോറ്റവരുടെ കൂടാരം തേടി യാത്ര പോയതാണു ഞാൻ. ഗലികളും ചേരികളും അഭയാർത്ഥി ക്യാമ്പുകളും പിന്നിട്ട് ക്യാൻസർ വാർഡും അന്ധവിദ്യാലയവും കടന്ന് ശവമഞ്ചങ്ങൾക്ക് പൂക്കളർപ്പിക്കവേ ബുദ്ധഗയയിലെ കാറ്റാണെന്നെ ഇവിടെ എത്തിച്ചത്. നാദിയ ജമാൽ, കോഴിക്കോട്ടെ ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി. കവിതാരചനാ മത്സരത്തിൽ തോറ്റവരുടെ കൂടാരത്തെക്കുറിച്ച് എഴുതിയ കവിതയിലെ വരികളാണിത്. നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ തന്നെ മൂല്യങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മരിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ നടത്തുന്ന യാത്രയായിട്ടാണ് കവിതയെ ഞാൻ എഴുതിയിട്ടുള്ളത്. കവിത നാദിയയ്ക്ക് ശ്വാസം പോലെയാണ്. അല്ല, ശ്വാസം തന്നെയാണ്. സങ്കടങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അത് എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ കണ്ടെത്തുന്നൊരു മീഡിയമാണ് കവിത. അതിലൂടെ എനിക്ക് പലപ്പോഴും അതിനെ ഓവർകം ചെയ്യാൻ കഴിയാറുണ്ട്. ഇപ്പോൾ സങ്കടങ്ങളായാൽ സങ്കടത്തിനെ ഓവർകം ചെയ്യാൻ എൻ്റെ കവിത എഴുതുന്നതിലൂടെ ഒരുപാട് എനിക്ക് കഴിയാറുണ്ടത്. ഞാൻ ഒന്ന് മുരടനക്കി. ഉടൻ ഒരശരീരി, പോകൂ, പോയി ജയിച്ചു വരൂ. ഇത് ജയിച്ചിട്ടും തോറ്റവരുടെ അൾത്താരയാണ്. ജയിച്ചത് എന്തിനാണെന്നാണ് തോറ്റവരിപ്പോൾ ആലോചിക്കുന്നത്. ഞാനും. അപർണ കാർത്തിക, ടീം മീഡിയ 1.